ശ്രീ മനു പ്രസാദ്, ഇതുവരെ പറഞ്ഞിരുന്നത് ഒരു പോറ്റി മാത്രമെന്നാണ്. ഉദ്യോഗസ്ഥർ പോലും കൈ കഴുകിയിരുന്നു. പിന്നെ പറയാൻ തുടങ്ങി ചില ഉന്നത ഉദ്യോഗസ്ഥർക്ക് പങ്കുണ്ടെന്ന്. ഒടുവിൽ ഒരു ഉദ്യോഗസ്ഥനെ സസ്പെൻഡ് ചെയ്തു, രണ്ടാമത്തെ ഉദ്യോഗസ്ഥനെ സസ്പെൻഡ് ചെയ്തു. നിവൃത്തിയില്ലാതായപ്പോൾ ഏറ്റവും ഒടുവിൽ പോറ്റി പറഞ്ഞു, കുടുക്കിയതാരെന്നറിയാം, കുടുക്കിയവരെയും കൊടുക്കും എന്ന് പറയുന്നു. ഈ വമ്പൻ സ്രാവുകൾ ഇതിന് പിന്നിൽ ഉണ്ടെന്ന് സംശയിക്കണ്ടേ? ഉണ്ടെങ്കിൽ അവർ വെളിച്ചത്തു വരുമോ ഈ അന്വേഷണത്തിലൂടെ? അല്ല, ഇതിൽ സ്വാഭാവികമായിട്ടും വമ്പൻ സ്രാവുകൾ എന്ന നിലയിൽ കൃത്യമായ അന്വേഷണം ദേവസ്വം ബോർഡിനും ദേവസ്വം ബോർഡ് മന്ത്രിക്കും കേരളത്തിലെ മുഖ്യമന്ത്രിക്കൊക്കെ നേരിട്ടെത്തുന്ന ഒരു അന്വേഷണമാണല്ലോ സ്വാഭാവികമായിട്ടും. കാരണം കൃത്യമായ ക്രമക്കേടുകൾ നടന്നു എന്ന് ബോധ്യമായതുകൊണ്ടും ഈ സർക്കാർ സംവിധാനത്തിലൂടെ അന്വേഷണം നടപ്പിലാക്കിയാൽ ഇത് അട്ടിമറിക്കപ്പെടുമെന്നുള്ള ധാരണയിലുമാണല്ലോ കോടതി SIT രൂപീകരിച്ചത്. കോടതി അവരോട് പറഞ്ഞ ഒരു കാര്യം, നിങ്ങൾ ഒരു കാരണവശാലും ഇതിൻ്റെ റിപ്പോർട്ടിംഗ് ദേവസ്വം ബോർഡിനോ മറ്റാർക്കും കൊടുക്കരുത്, ഞങ്ങൾക്ക് തരണമെന്നുള്ളതാണ്. അതായത് കള്ളന്മാരും കൊള്ളക്കാരുമാണ് ദേവസ്വം ബോർഡ് എന്ന് കോടതി നേരിട്ട് പറയുന്നതിന് തുല്യമല്ലേ നിങ്ങളുടെ അന്വേഷണം? ദേവസ്വം ബോർഡിലെ ക്ഷേത്രത്തിൽ ശബരിമലയിൽ നടന്ന കൊള്ളയെക്കുറിച്ച്, അതിലെ സ്വർണ്ണക്കടത്തിനെക്കുറിച്ച് നിങ്ങൾ അന്വേഷിക്കുമ്പോൾ അതിൻ്റെ ഏതൊരുവിധ റിപ്പോർട്ടും നിങ്ങൾ ദയവ് ചെയ്ത് ദേവസ്വം ബോർഡിന് കാണിക്കരുത് എന്ന് കോടതിക്ക് പറയേണ്ട ഗതികേടിലേക്കല്ലേ നമ്മുടെ നാട്ടിലെത്തിയിരിക്കുന്നത്? പക്ഷേ ഇവിടെ സൂചിപ്പിച്ചൊരു കാര്യമുണ്ട്. മുതിർന്ന ഒരു IPS ഉദ്യോഗസ്ഥൻ കൂടിയാണ് അദ്ദേഹം സൂചിപ്പിച്ചു, ഈ അന്വേഷണങ്ങളൊക്കെ നടത്തുന്ന സമയത്ത് സ്വാഭാവികമായിട്ടുമുള്ള ഇടപെടലുകൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. കാരണം ആഭ്യന്തര വകുപ്പിൻ്റെ കീഴിൽ നിലനിൽക്കുന്ന ഉദ്യോഗസ്ഥരാണിത് അന്വേഷണം നടത്തുന്നത്. ആ അന്വേഷണം നടത്തുമ്പോൾ കൃത്യമായ അന്വേഷണങ്ങൾ പുറത്തു കൊണ്ടുവരാൻ സാധിക്കുമോ എന്നുള്ളതിലുള്ള ആശങ്ക അദ്ദേഹത്തിനുള്ളതുപോലെ തന്നെ കേരളത്തിലെ പൊതുസമൂഹത്തിന് നന്നായിട്ടുണ്ട്. കാരണം ഇതിലെല്ലാം വമ്പന്മാർ ധാരാളമുണ്ട്. കേവലം ഒരു പോറ്റിയിൽ നിലനിൽക്കുന്നതല്ല ഇതെല്ലാം എന്നുള്ളതാണ്. ഇത് ഊറ്റിയെടുത്തത് മുഴുവൻ ഈ നാട്ടിലെ സാധാരണക്കാരായ വിശ്വാസികളുടെ പണമാണ്. അവരുടെ സമർപ്പണത്തോടുകൂടി സമർപ്പിച്ച ഈശ്വര വിശ്വാസത്തോട് അവർ നൽകിയ സ്വർണ്ണ തരികളാണ് ഇവർ കട്ടെടുത്തത് എന്ന് നമുക്ക് ബോധ്യമാണ്. രണ്ട്, കോടതിയിലേക്ക് എത്തുന്ന സമയത്ത് ഇന്ന് തന്നെ കോടതിയുടെ ഒരു വിമർശനം ഇന്നലെ വരുന്നതായിട്ട് നമ്മൾ അറിഞ്ഞു. അതായത് ദേവസ്വം ബോർഡിലെ വൗച്ചറുകളും അതുപോലെ തന്നെ ദേവസ്വം ബോർഡിൽ ഡിജിറ്റൈസ് ചെയ്യാത്തതിൻ്റെ ഭാഗമായിട്ടുള്ള നിരവധി ക്രമക്കേടുകൾ അവിടെയുണ്ട്. അവിടെ വരുന്ന കരാറുകളെക്കുറിച്ച്, അവിടെ വരുന്ന രേഖകളെക്കുറിച്ച് അപ്രത്യക്ഷമാകുന്ന സാഹചര്യമുണ്ട്. അപ്രത്യക്ഷമായ രേഖകളിലൂടെ എന്ത് അന്വേഷണമാണ് കൃത്യമായി കണ്ടെത്താൻ സാധിക്കുക? അപ്പോൾ കൃത്യമായ മൊഴികൾ രേഖപ്പെടുത്തേണ്ടതായി വരും, കൃത്യമായ ഉന്നതത്തിലേക്ക് അന്വേഷണം എത്തേണ്ടതായിട്ട് വരും. ഇതൊക്കെ എത്തിക്കുന്നതിന് ഈ SIT ടീമിന് സാധിക്കുമോ എന്നുള്ളതിൽ പൊതുസമൂഹത്തിൻ്റെ മുഴുവൻ ആശങ്കയാണ് ഒരു മുൻ IPS ഉദ്യോഗസ്ഥൻ കൂടിയായ സാർ ഇവിടെ സൂചിപ്പിച്ചത്. കാരണം അന്വേഷണം നടത്തുന്നത് ഈ കേരള പോലീസിന് കീഴിലുള്ള, ആഭ്യന്തര വകുപ്പിന് കീഴിലുള്ള ഉദ്യോഗസ്ഥരാണ്. അവരോട് കോടതി പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾ ഒരു കാരണവശാലും ഇതിൻ്റെ റിപ്പോർട്ടിംഗ്, ഇതിലുള്ള അന്വേഷണം മറ്റ് ദേവസ്വം ബോർഡിനെയോ മറ്റാൾക്കാരെയോ അറിയിക്കരുത്, കോടതിയെ നേരിട്ട് അറിയിക്കണമെന്നൊക്കെ കോടതി പറഞ്ഞിട്ടുണ്ട്. അതെല്ലാം ഇത്രയും കള്ളത്തരം ചെയ്യുന്നവർ, നിത്യേന എന്നോണം അഴിമതി കേസുകളിൽ പെടുന്നത്, കേരളത്തിലെ എല്ലാ മേഖലകളിലും അഴിമതി നടത്താൻ തയ്യാറായിരിക്കുന്നവർ, കേരളത്തെ കട്ടുമുടിക്കുന്നവർ, എല്ലാ അന്വേഷണങ്ങളിലും പരൽമീനുകളെ പിടിച്ച് മുന്നിലിട്ട് രക്ഷപ്പെടാൻ ഒരു മടിയും കാണിക്കാത്തവർ, അവർ ഇതിലും കാണിക്കില്ല എന്ന് നമുക്ക് വിശ്വസിക്കാൻ സാധ്യമല്ല. അതുകൊണ്ട് ജാഗരൂകമായ ഒരു അന്വേഷണം കൃത്യതയോടുകൂടി നടത്തണമെന്നുള്ളതിൽ ഒരു സംശയമില്ല. ദേവസ്വത്ത്, ദേവൻ്റെ സ്വത്ത് കാത്തു സൂക്ഷിക്കുമെന്ന് ഉറപ്പ് കൊടുത്ത് അത് കയ്യാളിയിരുന്നവർ നേരിട്ടത് കക്കുന്ന സാഹചര്യമാണ് ഉണ്ടായത്. അപ്പോൾ ഈ അന്വേഷണത്തിൻ്റെ കാലതാമസം, ഇത്ര അറസ്റ്റിലേക്ക് എത്താനുള്ള കാലതാമസം, ഈ പോറ്റിയിൽ നിന്ന് കിട്ടുന്ന വിവരങ്ങൾ നശിപ്പിക്കുമോ എന്നുള്ള ആശങ്ക തുടങ്ങി എല്ലാം പൊതുസമൂഹത്തിനുണ്ട്. അതുകൊണ്ട് കൂടുതൽ ഇടപെടലുകൾ ഇതിനകത്തുണ്ടാകണം എന്നുള്ളതാണ് നമുക്ക് സൂചിപ്പിക്കാനുള്ളത്. ഞാൻ ശ്രീ മനുവിലേക്ക് തിരിച്ചെത്താം.